പേരാവൂര് പാർട്ടിയുടെ കടുത്ത നിലപാടിൽപ്പെട്ട് ശ്വാസം മുട്ടുകയാണ് കെ ശൈലജ ടീച്ചർ. അവിടുത്തെ പ്രചരണ രീതികളൊക്കെ ഒരു മട്ടിലാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതേപോലെ തന്നെ ഭൂരിപക്ഷം ടീച്ചർക്ക് അനുകൂലമല്ലാത്തൊരു രീതിയിലാണ് പേരാവൂരിലെ ഒരു റെസ്പോൺസ് വരുന്നത്. ശരിക്കും ശൈലജ ടീച്ചർ ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം കടുത്ത നിലപാടുകളിലേക്ക് പോകുമെന്നൊരു സ്ഥിതിയാണോ പേരാവൂരിൽ നിന്ന് കാണുന്നത്? സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ തോൽക്കുകയാണെങ്കിൽ ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയ ഭാവി അതോടെ തീരുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം കുറേ നാളുകളായിട്ട് CPM ശൈലജ ടീച്ചറെ എങ്ങനെയെങ്കിലും ഒതുക്കാൻ നോക്കുന്നുണ്ട്, CPMലെ ചില നേതാക്കന്മാർ. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ശൈലജ ടീച്ചർ, അതായത് കഴിഞ്ഞ തവണത്തെ CPMന്റെ ഏറ്റവും വലിയൊരു പ്രചരണം എന്ന് പറയുന്നത് ഒരു വനിതാ മുഖ്യമന്ത്രി വരാം. ഇപ്പോൾ ശൈലജ ടീച്ചറിനെ സംബന്ധിച്ച് ശൈലജ ടീച്ചർ കോവിഡ് സമയത്ത് പേരെടുക്കുന്ന സമയത്ത് ഇനിയൊരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലുള്ള ടാഗ് ലൈനൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മട്ടന്നൂർ ചരിത്ര ഭൂരിപക്ഷത്തിലാണ്, ഏകദേശം 40,000 മുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ശൈലജ ടീച്ചർ അവിടെ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ പാർട്ടി എന്താണ് ചെയ്തത്? പാർട്ടി ശൈലജ ടീച്ചറെ പേരാവൂരിലേക്ക് വിടുന്നു. പേരാവൂരിൽ ആരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? സണ്ണി ജോസഫിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സണ്ണി ജോസഫിനെ തോൽപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മണ്ഡലത്തിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു നേതാവ് തന്നെയാണ് സണ്ണി ജോസഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം 2011 ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതായത് 2011 സണ്ണി ജോസഫ് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 56,151 വോട്ടുകളാണ്. ശൈലജ ടീച്ചർ കിട്ടുന്നത് 52,724 വോട്ടുകളാണ്. ഏകദേശം 3,427 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സണ്ണി ജോസഫ് ആ മണ്ഡലത്തിൽ വിജയിക്കുന്നത്. ശരിക്കും ഈ പേരാവൂർ എന്ന് പറയുന്നത് കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള ഒരു മണ്ഡലമാണല്ലോ. അവിടേക്കാണ് കോൺഗ്രസ് അനുകൂല മണ്ഡലമൊന്നും ആയിരുന്നില്ല. അല്ല, ഇപ്പൊ 3 വർഷമായിട്ട് സിറ്റിംഗ് സീറ്റിൽ അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണല്ലോ. അപ്പൊ അത്തരത്തിലൊരു നിലപാട് ഇവിടെ ശൈലജ ടീച്ചറിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണി ജോസഫിനെക്കാട്ടിലും വ്യക്തിപ്രഭയുള്ളത് ശൈലജ ടീച്ചർക്ക് തന്നെയാണ്. അത് നമുക്ക് എതിർക്കാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ശൈലജ ടീച്ചറിന്റെ ഒരു മുഖം അവിടെ വരുമ്പോൾ കുറച്ചുകൂടെ ഈ വോട്ടിംഗ് നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഭൂരിപക്ഷ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനൊരു സാധ്യതയുണ്ട്. കാരണം മട്ടന്നൂരിന്റെ സ്ഥിതി നമുക്കറിയാം. മട്ടന്നൂർ മുഖം EP ജയരാജന്റെ ആയിരുന്നു. EP ജയരാജൻ വാങ്ങിയ ഒരു ഭൂരിപക്ഷത്തെക്കാട്ടിൽ 1952 തുടക്കത്തിൽ അവരുടെ ഒരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു 90, അത്രയും ശതമാനം 63 ആ ഒരു ശതമാനത്തിലേക്ക് വോട്ടിംഗ് ഭൂരിപക്ഷം കൊണ്ടെത്തിച്ചത് ശൈലജ ടീച്ചർ ആയിരുന്നു. EP ജയരാജൻ എന്ന് പറയുന്ന നേതാവിനെക്കാട്ടിലും മട്ടന്നൂരുകാരിൽ അല്ലെങ്കിൽ ആദ്യ സമയത്ത് തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്തുള്ള ഭൂരിപക്ഷത്തിലേക്ക് മട്ടന്നൂർ എത്തിച്ചത് ശൈലജ ടീച്ചറായിരുന്നു. അതിനുശേഷം അവരുടെ ഒരു പ്രതിച്ഛായ സംബന്ധിച്ച് ഇതിനു മുൻപ് ഉണ്ടായിരുന്ന സർക്കാരിൽ ഒരു മികച്ച മന്ത്രി എന്ന് പറയുന്നത് ശൈലജ ടീച്ചർ തന്നെയായിരിക്കും. ബാക്കിയുള്ള മന്ത്രിമാരെ നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ അതിൽ മികച്ചത്, അല്ലെങ്കിൽ ഈ മന്ത്രിസഭ എടുത്ത് നോക്കുമ്പോൾ ഇതിൽ ഇരിക്കുന്ന മന്ത്രിമാരെക്കാട്ടിലും മികച്ച രീതിയിൽ ഭരണം കൊണ്ടുപോയിരുന്നത് ശൈലജ ടീച്ചർ ആയിരുന്നു. അതിൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിപ്രഭ അവർക്ക് അവിടെ ഉണ്ട്. പക്ഷേ മണ്ഡലം നിർത്തിയത് മാറിപ്പോയി. ഒരു പക്ഷേ മട്ടന്നൂർ തന്നെ ഒന്നുകൂടെ നിർത്തിയിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെക്കാട്ടിലും ഭൂരിപക്ഷം കൂടുതൽ, കാരണം നമ്മൾ ഈ ഭരണം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, മട്ടന്നൂര് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കോട്ടയാണ്. നമുക്കറിയാം, ഷുഹൈബിനെയൊക്കെ കൊലപ്പെടുത്തിയ ഒരു മണ്ഡലം കൂടിയാണ് മട്ടന്നൂർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സേഫ് സോൺ മാത്രമാണ്. അപ്പോൾ അവിടെ ഒരു മത്സരമൊന്നും നടക്കുന്നില്ല. പേരാവൂരിനെ സംബന്ധിച്ച് പേരാവൂർ ഒരു LDF മണ്ഡലമായിരുന്നു. സണ്ണി ജോസഫ് വന്ന് ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ മത്സരിച്ച് വിജയിച്ചതിന് ശേഷമാണ് അദ്ദേഹം അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 2016 അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹം വോട്ട് ഷെയർ കൂട്ടിയിട്ടുണ്ട്. അതായത് 65,659 വോട്ടുകളാണ് സണ്ണി ജോസഫിന് അന്ന് കിട്ടിയത്. അന്ന് അവിടെ മത്സരിച്ച CPMന്റെ സ്ഥാനാർത്ഥി കിട്ടിയത് 57,670 വോട്ടുകളാണ്. അതായത് 7,989 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സണ്ണി ജോസഫ് അവിടെ 2016 വിജയിക്കുന്നത്. 2021 വരികയാണെങ്കിൽ പക്ഷെ അവിടെ മാറുന്നുണ്ട്. അവിടെ സണ്ണി ജോസഫ് 66,076 വോട്ട് പിടിക്കുമ്പോൾ അവിടെ LDFന്റെ സ്ഥാനാർത്ഥി പിടിക്കുന്നത് 63,534 വോട്ടുകളാണ്. അതായത് 3,172 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത്. ഏകദേശം അദ്ദേഹം മത്സരിച്ചുകൊണ്ടിരുന്ന ഭൂരിപക്ഷത്തിൽ നിന്നും ഏകദേശം 4,000 വോട്ടിന്റെ കുറവ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു സേഫ് മണ്ഡലമാണ് എന്ന് പറയുമ്പോഴും അവിടെ ഒരു 3,000, 4,000, 5,000, ഒരു 10,000 വോട്ടിനകത്താണ് അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് സണ്ണി ജോസഫ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കടുത്ത മത്സരം വരും. 4,000 വോട്ടിന്റെ ഭൂരിപക്ഷം ശൈലജ ടീച്ചറിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ജയസാധ്യത ശൈലജ ടീച്ചർക്ക് ഉള്ള ഒരു മണ്ഡലമാണ് ഈ പേരാവൂർ എന്ന് പറയുന്നത്. പക്ഷെ അതിന് അത്രത്തോളം വർക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ബാക്കിയുള്ള മണ്ഡലങ്ങൾ കൺവെൻഷനുകൾ എടുത്ത് നോക്കുമ്പോൾ പേരാവൂർ അത്രയങ്ങ് ശക്തമായിട്ടൊരു അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു രീതി നിലവിൽ ഇതുവരെ ഇല്ല.
അവര് പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ പോലും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പേരാവൂരിലേക്ക് വരുന്നൊരു സ്ഥിതിയൊന്നുമില്ല. ബാക്കി മണ്ഡലങ്ങളിലേക്കാണ് കൺവെൻഷനുകളൊക്കെ നടന്ന് എല്ലാ നേതാക്കളും വരുന്നൊരു രീതി. ശൈലജ ടീച്ചറിനോടൊപ്പം പ്രചരണത്തിലുള്ള നേതാക്കളും ഉണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ഫൈറ്റ് നടക്കുന്ന മണ്ഡലമായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇപ്പോ ബാക്കി ഇപ്പൊ അമ്പലപ്പുഴ നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാ നേതാക്കളും വരുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ഫൈറ്റ് ഉണ്ടെന്നുള്ള രീതിയും ജനങ്ങൾക്ക് അവിടെ ഒരു ഇത്ര ഇലക്ഷന്റെ ഒരു ഫീല് കിട്ടുന്നത് രീതിയാണ്. പക്ഷേ ശൈലജ ടീച്ചർ തന്നെ പറയുന്നു, ഞാനിവിടെ ശ്രമിക്കുന്നത് മാക്സിമം നമുക്ക് സീറ്റുകൾ കിട്ടുമോ നോക്കാം, സീറ്റുകൾ പിടിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ സനോജ് ജയിക്കും, അത് സേഫ് സീറ്റ് ആണ്, ഞാൻ എന്റെ സനോജ് അസംബ്ലിയിലോട്ട് വന്നോട്ടെ, സനോജ് അസംബ്ലിയിലോട്ട് വന്നോട്ടെ എന്ന് പറയുമ്പോൾ പോലും ടീച്ചർ അസംബ്ലിയിലേക്ക് വരുമെന്ന് പറയുന്നില്ല. അവിടെയാണ് ആ ഒരു കോൺഫിഡൻസ് കുറവ് കാണുന്നത്. ബാക്കി എല്ലാ മണ്ഡലത്തിലും അത്തരത്തിൽ ഞാനിപ്പോ അസംബ്ലിയിൽ ഇരിക്കുമ്പോൾ എന്നോടൊപ്പം സനോജ് ഇരിക്കും എന്നൊക്കെ പറയുന്ന ശൈലജ ടീച്ചറിൽ നിന്ന് മാറി സനോജ് ഇരിക്കും, നമുക്ക് കാണാം എന്നാണ് ശൈലജ ടീച്ചർ പേരാവൂരിൽ നിന്ന് കൊടുത്ത. അല്ല, സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ കാലങ്ങളിൽ മത്സരിച്ച സണ്ണി ജോസഫിനോടല്ല ഇപ്രാവശ്യം മത്സരിക്കുന്നത്. ഇപ്രാവശ്യം മത്സരിക്കുന്നത് കേരളത്തിന്റെ KPCC പ്രസിഡന്റ്, അതായത് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന നേതാവാണ്. KPCC പ്രസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം മൊത്തം നിയന്ത്രിക്കുന്ന കോൺഗ്രസിന്റെ നേതാവുമായിട്ടാണ് ശൈലജ ടീച്ചർ മത്സരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലായിരുന്നെങ്കിൽ കേവലം ഒരു MLA അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള സണ്ണി ജോസഫിനോടാണ് മത്സരിച്ചിരുന്നത് എങ്കിൽ ഇപ്രാവശ്യം KPCCയുടെ പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫിനോടാണ് മത്സരിക്കുന്നത്. അപ്പം മത്സരം വളരെ കടുത്ത മത്സരമായിരിക്കും. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഇമേജേ അല്ല സണ്ണി ജോസഫിന് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അവിടുത്തെ ജനങ്ങളാണെങ്കിൽ പോലും നോക്കുമ്പോൾ ഇനി നിയമസഭയിലേക്ക് വരികയാണ്, വിജയിക്കുകയാണെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം തന്നെ കിട്ടേണ്ട ഒരാളാണ് സണ്ണി ജോസഫ് എന്ന് പറയുന്നത്. കാരണം KPCC പ്രസിഡന്റ് ആണല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വോട്ട് ഷെയർ കൂടും. 2016 അദ്ദേഹത്തിന് കിട്ടിയ 7000 വോട്ടിന്റെ ഭൂരിപക്ഷമാണെങ്കിൽ ആ ഒരു ഭൂരിപക്ഷത്തിലേക്ക് ഇപ്രാവശ്യം എത്താനുള്ള എല്ലാ സാധ്യതകളും അവിടെ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹം 15 കൊല്ലമായിട്ട് ആ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഇവിടെ കൃത്യമായിട്ട് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ മണ്ഡലത്തിൽ ഒരുപാട് ശ്രദ്ധിക്കാനൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അത് എത്രമാത്രം അദ്ദേഹത്തിന് ദോഷം ചെയ്യുമെന്നുള്ളൊരു വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും അദ്ദേഹം അത് ഇത്രയും 3 കൊല്ലമായിട്ട് ഒരു LDF മണ്ഡലത്തെ കൊണ്ടുവന്ന് UDFന്റെ മണ്ഡലമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ വിജയിക്കാനുള്ള സ്ട്രാറ്റജിയും സണ്ണി ജോസഫിന്റെ കയ്യിൽ ഉണ്ടാകുമെന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ശൈലജ ടീച്ചറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് ശൈലജ ടീച്ചറിനെ പാർട്ടി അത്ര കണ്ടൊന്നും സഹായിക്കുന്നില്ല. ഇപ്പൊ പേരാവൂരാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, വടകരയിൽ ശൈലജ ടീച്ചറിനെ ഷാഫി പറമ്പിൽ തോൽപ്പിക്കുന്നത് കണ്ടതാണ്. അതിനുശേഷം ഇവിടുത്തെ സഖാക്കന്മാരുടെ അടയ്ക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയി. ഇത് ചെമ്പട എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഷാഫി പറമ്പിലിനെ ആട്ടി ഓടിക്കുന്ന ഒരു സമയത്ത് അവിടെ വടകര എന്ന് പറയുന്ന സേഫ് സീറ്റ്, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉറച്ച കോട്ട ഷാഫി പറമ്പിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടെ ശൈലജ ടീച്ചറിന്റെ രീതികളാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു മുഖം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു, മുഖം മങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ആ ഒരു മുഖം തിരിച്ചെടുക്കാൻ ഒരു സേഫ് സീറ്റ് കൊടുക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, തെരഞ്ഞെടുപ്പാണ്, ഫൈറ്റാണ്. കൃത്യമായി ആ എതിർ സ്ഥാനാർത്ഥിയെക്കാട്ടിൽ ഇപ്പോ പേരാവൂർ വരുമ്പോൾ അവിടുത്തെ സണ്ണി ജോസഫിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുമോ അല്ലെങ്കിൽ ശൈലജ ടീച്ചറിന്റെ മുഖം, പ്രതിച്ഛായയെ പറ്റി ചർച്ച ചെയ്യുമോ എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ പൊതുവെ അവിടെ ഒരു ഓളം അനുസരിച്ച് സണ്ണി ജോസഫിന് അനുകൂലമായിട്ടാണ് പേരാവൂർ കാണുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ്. കാരണം അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കണ്ണൂരിനെ സംബന്ധിച്ച് കണ്ണൂര് ഇത്രയും വർഷമായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു മണ്ഡലമായതുകൊണ്ട്, അതായത് കോൺഗ്രസിന്റെ കയ്യിൽ കിട്ടിയതായതുകൊണ്ട് സംഘടനാ ശേഷി അവിടെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളാണെങ്കിലും ജനങ്ങളോടുള്ള ഇടപെടലാണെങ്കിലും ആ രീതിയിൽ പാർട്ടി കൊണ്ടുപോകുന്നുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ്, നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയവും കണ്ണൂരിന്റെ രാഷ്ട്രീയവും 2 രീതിയിൽ കാണേണ്ടതുണ്ട്. കണ്ണൂരിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യത്യസ്ത രാഷ്ട്രീയമാണ്. കലുഷിത രാഷ്ട്രീയത്തിൽ നിന്നുമാണ് കോൺഗ്രസ് അവിടെ സീറ്റുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതെങ്കിൽ ആ സീറ്റുകൾ നിലനിർത്താനും കോൺഗ്രസിന് അറിയാം. കാരണം നമ്മൾ ഈ പറയുമ്പോൾ 3000 വോട്ടല്ല ഉള്ളൂ, അത് മറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലും ആ 3000 വോട്ടുകൾ ഇപ്പോഴും കൂടെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് എഫേർട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവര് ജീവൻ കൊടുത്തും അല്ലെങ്കിൽ രക്തസാക്ഷികളെ സൃഷ്ടിച്ചും പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാക്കിയും അവിടെ നിലനിർത്തി കൊണ്ടുപോകുന്ന വോട്ടുകൾ പോലെയല്ല. കോൺഗ്രസ് പാർട്ടി അവിടെ ഒരു കോട്ട പിടിച്ചെടുക്കുകയാണെങ്കിൽ അവിടെ പണിയെടുത്തും കഷ്ടപ്പെട്ടും ജീവൻ കൊടുത്തും തന്നെയാണ് കോൺഗ്രസ് അവിടെ സീറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും 3000 വോട്ടിന്റെ ആണെങ്കിലും 5000 വോട്ടിന്റെ ആണെങ്കിലും പേരാവൂർ ആ വോട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് സുധാകരനെ പോലുള്ള നേതാക്കന്മാർ അവിടെ ചോരയും നീരും കൊടുത്ത് ഒരുപാട് യുവാക്കൾ ജീവൻ കൊടുത്തുണ്ടാക്കിയ വോട്ട് തന്നെയാണത്.